ഈശോ മിശിഹായ്ക്ക് സ്തുതിയാകട്ടെ. നോമ്പിൻ്റെ 22ാം ദിനം. ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ച് എല്ലാം നഷ്ടപ്പെട്ട ആദിമതക്കാരെ കുറിച്ച് പഴയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ നാം വായിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അനുഭവത്തിൽ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞ് പൈസ ചോദിച്ചു വാങ്ങുന്ന അവരുടെ മുഖത്ത് പിന്നെ ആ സന്തോഷം കാണില്ല. കാരണം അവർക്ക് അവകാശപ്പെട്ടത് എന്തോ നിഷേധിച്ച ശാപവാക്കുകളും തുറച്ച നോട്ടമൊക്കെ ആയിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്ന ഉപമയിൽ വീട്ടുടമസ്ഥൻ ചെയ്ത ഉത്തരവാദിത്തങ്ങളും ദാനങ്ങളൊക്കെ മറന്ന് മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ ഉദ്യമിക്കുന്ന ചില ജോലിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. യജമാനൻ അയക്കുന്ന ഭൃത്യന്മാരെയും സ്വന്തം മകനെ തന്നെയും അവർ ദ്രോഹിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? തോട്ടം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതിക്ക് നേടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കഴിവുകളാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. ദൈവം തന്ന ദാനങ്ങളൊക്കെ മറന്ന് നമ്മൾ അഹങ്കരിച്ചു പോകാറുണ്ട്. ഈ നോമ്പുകാലം നമുക്ക് പരിശോധിച്ചറിയാനുള്ള നല്ല ദിവസങ്ങളാണ്. നമ്മളുടെ അഹങ്കാരത്തെയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ദൈവം തന്ന ദാനത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള നല്ല അവസരമാകട്ടെ ഈ നോമ്പുകാലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.